ഈ യാത്ര തുടങ്ങുന്നത് നവംബർ 7-നാണ്. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 2 മണിക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് 2:50 പുറപ്പെടുന്ന എറണാകുളം ജംഗ്ഷൻ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത്. അവിടുന്ന് നെക്സ്റ്റ് ട്രെയിൻ വരുന്നത് 10:25-നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അഗിനിയും ശില്പയും എറണാകുളത്തേക്ക് ആ ഒരു സമയമാകുമ്പോൾ എത്തും. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർസിറ്റി നല്ല തിരക്കായിരുന്നു. ട്രിപ്പിനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ക്ഷീണമൊന്നും ഞാൻ മൈൻഡാക്കിയില്ല. അത്യാവശ്യം നല്ല ടയറിങ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. 8:45 എറണാകുളം ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് അഗിനെ ശില്പേനെ മീറ്റ് ചെയ്തു. നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് അവരെനിക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിച്ച് ഒന്ന് ഫ്രഷപ്പ് ആകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഉഷാറായി. അങ്ങനെ ഏത് ട്രെയിനിലാണ്? തഞ്ചാവൂർ സീറ്റ് കൺഫേം ആയിട്ടില്ല. RICയിലാണുള്ളത്. പക്ഷേ നമ്മൾ TTR കണ്ട് കംഫർട്ടബിളായ സീറ്റ് നമുക്ക് രണ്ടാക്കും ഇവർക്ക് രണ്ടാം കൺഫേം ആയി. പക്ഷെ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് ഇവരെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. സാക്രിഫൈസ് ചെയ്താൽ ഇതിനെ വലിഞ്ഞു കയറ്റെന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ തഞ്ചാവൂർ നമ്മളെപ്പോൾ മീറ്റ് ചെയ്താലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. സീറ്റ് കൺഫേം അല്ലാത്തതും സീറ്റ് ഇല്ലാത്തതൊന്നും നമുക്കൊരു വിഷയമായിരുന്നില്ല. അതൊന്നുകൂടെ നന്നായി. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സീറ്റിലിരുന്ന് ഒരുമിച്ച് വർത്താനം പറഞ്ഞൊക്കെ പോകാൻ പറ്റുമല്ലോ. വർത്താനം പറഞ്ഞ് എപ്പോഴോ നമ്മൾ ഉറങ്ങിപ്പോയി. ഇതേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതായിരുന്നു സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അവസ്ഥ. ഒരു കംഫർട്ടബിൾ ജേർണിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാക്സിമം നിങ്ങൾ AC കമ്പാർട്ട്മെൻറ്റ് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ. രാവിലത്തെ ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. സൺറൈസും പാടങ്ങളും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം പഴയ ഇളയരാജ സോങ്സൊക്കെ പ്ലേ ചെയ്ത് ഈ കാഴ്ചയെല്ലാം ആസ്വദിച്ചിരുന്നു. ഒരുപാട് ദൂരം ഇതുപോലെ പാടങ്ങളും തോട്ടങ്ങളും മാത്രമായിരുന്നു നമ്മുടെ കാഴ്ച. പ്രത്യേകിച്ച് കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പാടത്ത് കുറേ ആൾക്കാർ ഞാറ് നടുന്നൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവരുടെയൊക്കെ കഷ്ടപ്പാടാണ് നമുക്ക് കിട്ടുന്ന ഭക്ഷണം. പിന്നെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. മെയിനായിട്ട് ബ്രെഡും ജാമും ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു. അങ്ങനെ 9:30 ആയപ്പോൾ നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷൻ സ്റ്റേഷനിലെത്തി. നല്ലൊരു മെമ്മറബിൾ ജേർണി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ പോയി ഫ്രഷപ്പായി. അവിടെ ബാഗൊക്കെ വെച്ചു. അതിനെല്ലാം 25 ആയിരുന്നു ചാർജ് പെർ പേഴ്സൺ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. അവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബാഗെല്ലാം ആ ഒരു ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോവേന്ന്. ആക്ച്വലി ആ നമ്മൾ റെഡി ആവുന്ന സ്ഥലം നമ്മൾ വിചാരിച്ച അത്ര ഫെസിലിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് റൂമെല്ലാം എടുക്കാം. കാരണം അത്ര നീറ്റൊന്നും അല്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഓട്ടോയിൽ കയറി. ഇവിടെ നിന്ന് 100 രൂപയുണ്ട് ഓട്ടോക്ക്. നമ്മളെ പറ്റിച്ചാന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു മലയാളി ചേട്ടൻ പറഞ്ഞത് 100 രൂപയാവുന്നതാണ്. നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിലേക്ക് പോവാണ്. എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ്. നമ്മളിങ്ങനെ ഇത് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും എവിടെയെങ്കിലും പോകണം, റീൽസ് എല്ലാം ഷെയർ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഇവിടെ നമ്മൾ വരും നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഫൈനലി ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. അമ്പലമെല്ലാം കാണിച്ചു തരാം. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഈ പുറമേയുള്ള ചൂടൊന്നുമല്ല, അകത്ത് നല്ല തണുപ്പാണ്. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. അകത്ത് ക്യാമറ അലൗഡ് അല്ല. എത്ര തിരക്കാണെങ്കിലും ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ മീൽസ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അതി വെജ് ബിരിയാണി ഓർഡർ ചെയ്തത്. നമ്മൾ രണ്ടുപേരും മീൽസാണ് കേട്ടോ. കുറേ കറികളുണ്ട്. അങ്ങനെയുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? നല്ല വെസ്റ്റിറ്റ് ഉള്ളതുകൊണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ചെയ്ത് തന്നിരിക്കും. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പാലസിലേക്ക് വന്നിട്ടുള്ളത്. ഇത് മറാത്ത പാലസ്. നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷേ ഓട്ടോ കിട്ടും. പക്ഷെ ഓട്ടോക്കാർ നമ്മളെ പറ്റിക്കും. 150 ഒക്കെ പറയും. ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു മിനിമം ചാർജ് ഡിസ്റ്റൻസ് 30 രൂപ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവർ 150 ഇട്ടിട്ട് അങ്ങനെ പറയും. പിന്നെ നമ്മൾ ഈ പാലസ് എല്ലാം ഒന്ന് ചുറ്റിക്കണ്ടു. തഞ്ചാവൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടെ മുമ്പ് ഭരിച്ചിരുന്ന രാജാക്കന്മാരെക്കുറിച്ചും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ നഗര വീതിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യണം. പാലസിൽ നിന്ന് ഇപ്പം ഇറങ്ങി. കാര്യമായിട്ടൊന്നും പാലസിൽ കാണാനൊന്നുമില്ല.
പാലസിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ ഒരു തഞ്ചൈ സിൽക്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണ്, അതുകൊണ്ട് ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു തരും. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, വലിയ റേറ്റ് ഒന്നുമില്ല. 500 തൊട്ട് തന്നെ സാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിലേക്ക് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കയറി കോഫിയും സ്നാക്സും കഴിച്ചു. ഇവിടുത്തെ ഒരു ഫേമസ് സ്വീറ്റാണ് ചന്ദ്രക്കല. നമ്മൾ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായി വീട്ടിലേക്ക്. നമ്മളെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ കണ്ണൂരേക്കും ഇവർ എറണാകുളത്തേക്കും പോവാണ്. നമ്മൾ ഇനിയിപ്പോൾ സെപ്പറേറ്റ് ട്രെയിനിലായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഷിലു ട്രിപ്പ്? ട്രിപ്പ് അടിപൊളിയാണ്. നമ്മളെല്ലാം കണ്ടു, എൻജോയ് ചെയ്തു, പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നു. അടിപൊളി. അഖിലയ്ക്ക് ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളി ട്രിപ്പായിരുന്നു. ഇനിയും ഇതുപോലത്തെ ട്രിപ്പ് വേണം. ഇതിനോട് ഇത് നമ്മളൊരു തുടക്കാവട്ടെ. നന്ദി പറയാനുണ്ടോ? ട്രിപ്പിന്റെ കോർഡിനേറ്ററായ അമ്മുവിന് എന്റെയും അഖിലയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്ന് 1 കൊണ്ടുപോവുക, തെറ്റിദ്ധരിപ്പിച്ച് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോവുക, ഓട്ടോക്ക് അധികം ചിലവ്, ബുക്ക് ചെയ്ത ബോഗിയിൽ നിന്നും തെറ്റായ ബോഗിയിലേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെയായിരുന്നു അമൃതയുടെ കോർഡിനേറ്റർ ഉത്തരവാദിത്തങ്ങൾ. പൈസ ചുരുക്കാൻ വേണ്ടി ആദ്യം ബസ്സിന് പോവുക, എന്നിട്ട് വേറെ തെറ്റായ സ്ഥലത്ത് പോയിട്ട് വീണ്ടും ഡബിൾ ചാർജ് എടുത്തിട്ട് ഓട്ടോക്ക് വരിക. ഓട്ടോ ഡ്രൈവർ 50 രൂപ പറഞ്ഞാൽ 100 രൂപ കൊടുക്കുക, 100 രൂപ മുടക്കേണ്ട അടുത്ത് 150 രൂപ മുടക്കുക. എന്നൊക്കെയായിരുന്നു കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങളിലെ ഹൈലൈറ്റ്. പൈസ മുടക്കി മ്യൂസിയത്തിൽ പോയാൽ ഒരു സാധനം കാണാൻ കൂട്ടാക്കാണ്ടിരിക്കുക. ഇതും കണ്ടില്ല, ഒരു സാധനം മ്യൂസിയം നോക്കി ഇതൊക്കെ ഇത് പിച്ചളിയും ചുണ്ണാമ്പല്ലാന്നോ കാണണ്ടെന്നൊക്കെയാ ചോദിക്കുന്നത്. അതെങ്കിലും കാണും, 5 രൂപ കൊടുത്തിട്ട് കാര്യത്തില്ല, എന്നാൽ അതെങ്കിലും കാണും. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെയുള്ള ട്രിപ്പ് കോർഡിനേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ബൈ, ടാറ്റാ. പിന്നെ ഞാൻ തിരുച്ചിറപ്പള്ളി ഇറങ്ങി. അവിടുന്ന് പുതുച്ചേരി മാംഗ്ലൂർ എക്സ്പ്രസ് ട്രെയിനിൽ കയറി. AC കോച്ചായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. കയറിയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങി. പിന്നെ രാവിലെ ഒരു 6 മണിക്കാണ് എഴുന്നേറ്റത്. ഇത് November 9th ആണ്. ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അങ്ങനെ 2 നൈറ്റും 1 ഡേയും കൊണ്ട് നമ്മൾ തഞ്ചാവൂർ വരെ പോയിട്ട് വന്നു. മാക്സിമം പോയ ഒരു 2000 മാത്രമാണ് നമുക്ക് പെർ ഹെഡ് എക്സ്പെൻസ് ആയിട്ടുള്ളത്.